മാർച്ച് മാസം പരീക്ഷകളുടെ കാലമാണ്. പരീക്ഷയെക്കുറിച്ച് ഓർത്ത് നമുക്ക് പേടിയൊന്നുമില്ല. പക്ഷേ പരീക്ഷയ്ക്ക് പഠിച്ചു പോയില്ലെങ്കിലോ? മാർക്ക് കുറയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. +1 കൊമേഴ്സ് സ്ട്രീമുകാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പഠിക്കുന്ന ഒരു ശീലമാണോ നിങ്ങൾക്കുള്ളത്? അതിന് ചെറിയൊരു കുഴപ്പമുണ്ട്. അങ്ങനെ പഠിച്ച് പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ധാരണ ഉണ്ടായാലും പരീക്ഷാ പേപ്പറിൽ നമുക്ക് നന്നായി പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അതിൻ്റെ കാരണം തിയറീസും കോൺസെപ്റ്റ്സ് ഒന്നും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നന്നായി പഠിച്ചെടുക്കാനും സാധിക്കില്ല. അതുമാത്രമല്ല, അക്കൗണ്ടൻസി പോലെയുള്ള വിഷയങ്ങൾ വർക്കൗട്ട് ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് പരീക്ഷാ പേപ്പറിൽ നന്നായി പ്രസൻറ്റ് ചെയ്യാനും പറ്റില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ. +1 എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ വർഷം ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടായിരിക്കില്ല. 2025 മാർച്ചിൽ +2 എക്സാമിനോടൊപ്പം മാത്രമാണ് +1 ഇംപ്രൂവ്മെൻ്റ് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ പ്രശ്നത്തിന് ഞാൻ നിങ്ങളോടൊരു പരിഹാരം പറയട്ടെ. ഒന്നുമില്ല, ഇപ്പം തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അതിനുവേണ്ടി +1 കൊമേഴ്സ് സബ്ജക്റ്റുകളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ടോപ്പിക് വൈസ് 10-15 മിനിറ്റിൻ്റെ യൂട്യൂബ് വീഡിയോസ് ആക്കി നിങ്ങൾക്ക് തരാം. ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയം തോന്നിയാൽ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് ലിങ്കിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഫീസിൻ്റെ ഭാരമില്ലാതെ ഇന്നു മുതൽ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങല്ലേ? അതിനുവേണ്ടി ഓൺ പോയിന്റ് അക്കാദമിയും നിങ്ങളുടെ കൂടെയുണ്ട്.